ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുവാനും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ശാലോം ടി വിയുടെ മുൻപിലായിരിക്കുന്നത്. ഈശോയുടെ വലിയ സ്നേഹം നിങ്ങളിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സമയബന്ധിതമാണ്. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, കൂട്ടായ്മ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ, അതുമല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ നാം പങ്കെടുക്കുമ്പോൾ, അങ്ങനെ. എന്നാൽ 24/7, അതായത് ദിവസത്തിൻ്റെ 24 മണിക്കൂറും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും എങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കാം എന്നതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ജോയ് മേനാചേരി അച്ഛൻ പറയുന്നത് ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നേഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല, ഒരു പ്രൊഫഷൻ മാത്രമല്ല, പിന്നെയോ അതൊരു ദൈവവിളിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവവിളി എന്ന് പറഞ്ഞാൽ ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ തുടരുന്നതിന് വേണ്ടി ഈശോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തവരാണ് നാം ഓരോരുത്തരും. നേഴ്സിംഗ് ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഓരോ നേഴ്സസ് സഹോദരി സഹോദരന്മാരും ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ തുടരാൻ വേണ്ടി ദൈവവിളി സ്വീകരിച്ചവരാണ്. അപ്പോൾ അതിനാൽ തന്നെ നേഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല, ഒരു ദൈവവിളിയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറും നമ്മൾ ഈശോയുടെ വേല ചെയ്യുന്നവരാണ്. ദൈവവിളി മുഴുവൻ സമയവുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു വൈദികനാണ്. വൈദികനായ ഞാൻ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും മാത്രമല്ല വൈദികൻ എന്നുള്ളത്. ഞാൻ വൈദികനായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും വൈദികനാണ്. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമല്ല, കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ മാത്രമല്ല, ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഈ വൈദിക വേഷത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. സാധാരണ മഫ്തി വേഷത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും, ഞാൻ എവിടെയായിരുന്നാലും, ഊണിലും ഉറക്കത്തിലും വിശ്രമത്തിലും ഒക്കെ ഞാൻ ഒരു വൈദികനാണ്. അപ്പോൾ 24/7 ഞാനൊരു വൈദികനാണ്. അതുപോലെ തന്നെയാണ് ഒരു നേഴ്സും. ഒരു നേഴ്സ് ആശുപത്രിയിലോ ക്ലിനിക്കുകളിലോ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ മാത്രമല്ല നേഴ്സ്. ഒരു നേഴ്സായിരിക്കുന്നത് 24/7 നേഴ്സാണ്, മുഴുവൻ സമയം നേഴ്സാണ്. വീട്ടിലായിരിക്കുമ്പോഴും, വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴും, യാത്രയിലായിരിക്കുമ്പോഴും, ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുകുമ്പോഴും ഒക്കെ, ഇനി നേഴ്സിൻ്റെ ആ കുപ്പായമിട്ട് നേഴ്സ് വേഷത്തിലായിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ നേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 24/7 നിങ്ങളൊരു നേഴ്സാണ്. 24/7 നിങ്ങൾ ഈശോയുടെ ശുശ്രൂഷ തുടരുകയാണ്, ദൈവവിളിയിലാണ്. അങ്ങനെയാകുമെങ്കിൽ നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ വിഷയം ഇതാണ്: 24/7 എ നേഴ്സ് വിത്ത് ജീസസ്. ഈശോയോട് കൂടെ 24 മണിക്കൂറും. 24/7 എന്ന് പറയുന്നത് അതൊരു ശൈലിയാണല്ലോ. അതായത് റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂറും ഒരാഴ്ചയിൽ 7 ദിവസവും അത് കണക്ക് കൂട്ടിയിട്ടാണ് ഒരു 24/7 എന്നുള്ള ഒരു ഭാഷ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു സൂചകമാണ്. 24/7 അതൊരു സൂചകം. അതായത് എൻ്റെ ജീവിതത്തെ മുഴുവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും, അങ്ങനെ മുഴുവൻ സമയവും ഞാൻ എന്താണോ അതാണ് ഈ 24/7 എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 24/7 എ നേഴ്സ് വിത്ത് ജീസസ്. അങ്ങനെ ഈശോയോടുകൂടെ 24 മണിക്കൂറും ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവം എന്നുള്ളത് കൊണ്ട് എന്താണ് നീ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ, പഴയ നിയമത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാട്
ദൈവം അകലെ വസിക്കുന്നവൻ എന്നാണ്. ദൈവം ഉയരങ്ങളിൽ വസിക്കുന്നവൻ, അങ്ങ് ആകാശത്ത് വസിക്കുന്നവൻ, ഉയർന്ന മലകളിൽ വസിക്കുന്നവൻ. അപ്പം മലമുകളിലെ ദൈവം, മേഘക്കീറിൽ ഇറങ്ങി വരുന്ന ദൈവം, അത്തരത്തിലൊരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തപ്പെടുവാൻ മനുഷ്യന് സാധിക്കില്ല എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശയോട് ഇസ്രായേൽ ജനം പറയുകയാണ്, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ ഞങ്ങളോട് സംസാരിക്കുക, നീ ദൈവത്തോട് സംസാരിച്ചോളൂ, എന്നിട്ട് ദൈവം പറഞ്ഞതൊക്കെ എന്താണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ദൈവം നേരിട്ട് ഞങ്ങളോട് സംസാരിക്കേണ്ട. കാരണം ദൈവം നേരിട്ട് ഞങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ മലയായ ആ ഹോറബ് മലയിലേക്ക് അടുക്കാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന, അകലെ നിൽക്കുന്ന ജനം. അപ്പോൾ ദൈവത്തിൻ്റെ മലയെ സമീപിക്കുന്നവൻ കൊല്ലപ്പെടണം എന്നുള്ള ഒരു ചിന്താരീതിയിൽ നിന്ന് ഉടലെടുത്ത ദൈവത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ ദൈവം അകലെ വസിക്കുന്നവനാണ്, മേഘക്കീറിൽ വസിക്കുന്നവനാണ്, ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. ദൈവം സമീപസ്ഥനല്ല, ദൈവത്തെ കാണാനൊക്കില്ല, ദൈവത്തെ കേൾക്കാനൊക്കില്ല. അപ്പോൾ മോശയോട് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ജനം മാറി നിൽക്കുക. അപ്പം മാറി നിൽക്കുന്ന ഒരു ജനത്തെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ ഉള്ള ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ ഈ രീതിയിലല്ല. ഏശയ്യാ ദീർഘദർശിയും എസെക്കിയേൽ പ്രവാചകനും ജെറമ്യാ പ്രവാചകനും പ്രവാചകന്മാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ദൈവം മനുഷ്യരുടെ പിന്നാലെ വരികയാണ്. ദൈവം മനുഷ്യരുടെ പിന്നാലെ വരെ, ദൈവം അത്രയും സ്നേഹനിധിയായ ദൈവമാണ്. ദൈവം പിന്നാലെ വരികയാണ്. പാപത്തിന് അധീനമായിരിക്കുന്നവർ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം പിന്നാലെ വരുന്ന ദൈവത്തെ നമ്മൾ പ്രവാചകന്മാരുടെ ഭാഷയിൽ കാണുന്നുണ്ട്. പക്ഷേ പഴയ നിയമത്തിലുടനീളം മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ പറ്റുമോ, മനുഷ്യന് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പഴയ നിയമത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇതാണ്, സാധിക്കില്ല. ദൈവം അകലെ വസിക്കുന്നവനാണ്, മനുഷ്യനോ അങ്ങ് താഴെ വസിക്കുന്നവനാണ്. അപ്പോൾ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം, താഴെ വസിക്കുന്ന മനുഷ്യൻ, ഇവർ തമ്മിലുള്ള അന്തരം അത് വളരെ വലുതാണ്. അപ്പോൾ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. പുതിയ നിയമത്തിൽ കാഴ്ചപ്പാട് മാറുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം 14-ാം തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ പുൽത്തൊഴുത്തിൽ മനുഷ്യനായി ഭൂജാതനായ ദൈവത്തിൻ്റെ പുത്രൻ ഈശോ, ആ ഈശോയെ കാണുമ്പോൾ കാണുന്നവരിൽ ആ കുഞ്ഞ് വാത്സല്യം ഉണർത്തുന്നുണ്ട്. വാത്സല്യം ഉണർത്തുന്ന കുഞ്ഞായി മാറിയ ദൈവം. ഇനി മാത്രമല്ല, വാരണ ഈശോയെ പരിചയപ്പെടുന്നവരിൽ ഉണർത്തുന്നത് ഒരുപക്ഷെ കൗതുകം. യുവാവായ ഈശോ, വിസ്മയങ്ങൾ. അപ്പോൾ കാരുണ്യം ഉണർത്തുന്ന, വിസ്മയം ഉണർത്തുന്ന യുവാവായ ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ പരിചയപ്പെടുന്നു. കൗതുകം ഉണർത്തുന്ന ബാലനായ ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നു. അതുപോലെ പുൽത്തൊഴുത്തിലെ ഉണ്ണീശോ വാത്സല്യം നമ്മളിൽ ഉണർത്തുന്നു. അങ്ങനെ ദൈവം മനുഷ്യനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവമാണെന്ന്, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ടെന്ന്, ഈശോയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിച്ചിട്ടുണ്ടെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അത് അനുഭവവുമാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ ദൈവമനുഷ്യ സമാഗമം, ദൈവം മനുഷ്യനുമായി ഒന്നാകുന്ന അവസ്ഥ യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈശോയെ കാണുന്നത്, ഈശോയോടുള്ള ആദരവ്, ആരാധന, ഈശോയോടുള്ള പ്രാർത്ഥന, അത് ഏത് വിധത്തിലാണ്? ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സമയബന്ധിതമാണ് ആരാധന, സമയബന്ധിതമാണ് പ്രാർത്ഥന. നിങ്ങൾ വിശുദ്ധ ബലിക്ക് പോകുന്നു, 1 മണിക്കൂർ സമയം ദൈവത്തോടൊത്ത്. പഴയ നിയമത്തിലെ ദൈവം ആകാശത്തായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മേഘക്കീറലുകളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മലമുകളിലായിരുന്നുവെങ്കിൽ, ഇതാ ഇപ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നത് സക്രാരിയിൽ. തിരുവചനത്തിൽ കാണുന്നുണ്ട്, കുദാശകൾ കാണുന്നുണ്ട്. പക്ഷെ മുഖ്യമായും സക്രാരിയിൽ അടച്ചിട്ടിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ തുറക്കും, ആരാധനകൾ അർപ്പിക്കും, കാഴ്ചകൾ അർപ്പിക്കും. നമ്മൾ സമയബന്ധിതമായി പ്രാർത്ഥന നടത്തും, സമയബന്ധിതമായി ആരാധന നടത്തും, നമ്മൾ ഇറങ്ങിപ്പോവും. അപ്പോൾ സമയബന്ധിതമായ ഒരു ദൈവബന്ധം, സമയബന്ധിതമായൊരു ദൈവബന്ധമാണ് ഇന്ന് നടക്കുന്ന പ്രാർത്ഥനകളിൽ ഭൂരിഭാഗവും. ഇന്ന് നടക്കുന്ന ആരാധനകൾ, ഇന്ന് നടക്കുന്ന നേർച്ച കാഴ്ചകളൊക്കെ ഈ വിധമാണോ എന്ന് ചിന്തിക്കണം. സമയബന്ധിതമായ ഒരു ദൈവ മനുഷ്യ ബന്ധം. എന്നാൽ എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ഈശോ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്നാണ്. എന്തിനാണ് അടുക്കലേക്ക് വിളിച്ചതെന്ന് തുടർന്നുള്ള വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തന്നോട് കൂടെ ആയിരിക്കുവാൻ. ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം ഇമ്മാനുവേലാണ്, നമ്മോട് കൂടെ വസിക്കുന്നവൻ. പഴയ നിയമത്തിലും അത്തരമൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ബന്ധമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കിയില്ല. അതായത് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഈശോ ദൈവം തൻ്റെ ജനത്തോട് കൂടെ നടന്നു, സമാഗമ കൂടാരത്തിൽ കൂടെ നടന്നു, വാഗ്ദാന പേടകത്തിൽ കൂടെ നടന്ന ദൈവം.
പക്ഷെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്, ബന്ധമാണെന്ന് പഴയ നിയമത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് കിട്ടിയിരുന്നില്ല. പുതിയ നിയമത്തിൽ ഈശോയിലൂടെ അത് വെളിപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? സമയബന്ധിതമായ ഒരു ആരാധനക്രമത്തിലൂടെ, സമയബന്ധിതമായ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശോയെ സക്രാരിയിൽ ഒതുക്കുന്നു, നമ്മൾ ഈശോയെ പള്ളിയിൽ ഒതുക്കുന്നു, നമ്മൾ ഈശോയെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒതുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 24/7 വിത്ത് ജീസസ്, എങ്ങനെ നമുക്ക് 24 മണിക്കൂറും ഈശോയോട് കൂടെ ആയിരിക്കാം? ഇനി ഈശോ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ളൊരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ? ഈശോ ആഗ്രഹിക്കുന്നതാണ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് അറിയപ്പെടും. ഈശോയിലുള്ള ദൈവത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ എളുപ്പമാണ്, മനുഷ്യത്വത്തെയും നമ്മൾ അംഗീകരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈശോ ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരേ ദൈവം തന്നെയാണ്, ഒരേ ഈശോ തന്നെ. ഈശോയ്ക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈശോയിൽ മനുഷ്യത്വവും ദൈവത്വവും സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട്. ദൈവത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം, മനുഷ്യത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം, പക്ഷെ മനുഷ്യത്വത്തെ നമ്മൾ പതുക്കെ അങ്ങോട്ട് മറക്കോ എന്നുള്ളതാണ്. ഈശോയിൽ മനുഷ്യത്വവും ദൈവത്വവും സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന നാമുമായിട്ടുള്ള ബന്ധം ഏത് വിധത്തിലുള്ളതായിരിക്കും? തീർച്ചയായിട്ടും അതൊരു സ്നേഹബന്ധം തന്നെയാണ്, അതൊരു സാഹോദര്യമാണ്, അതൊരു ഊഷ്മളമായ ആത്മമിത്ര ബന്ധമല്ലേ? അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ കഴിഞ്ഞ നാളിൽ ഞങ്ങളുടെ കപ്പുച്ചിൻ വൈദ്യ, എൻ്റെ ബാച്ചിലുള്ള ഞങ്ങൾ അച്ഛന്മാരുടെ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അതായത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ സാധിക്കുമെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒന്ന് ഒരുമിച്ച് കൂടും, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോൾ തന്നെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ എന്താ പറയുക, ശുശ്രൂഷ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ളൊരവസരം, ഒരുമിച്ചൊന്ന് ബലിയർപ്പിച്ച് ഞങ്ങൾ പിരിയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു അച്ഛന് ഒരു ഫോൺ വരികയാണ്. അദ്ദേഹം 89-90കളിൽ SLC എഴുതിയ, അത് ഞങ്ങളുടെ ബാച്ചൊക്കെ അങ്ങനെയാണ്, 90ലാണ് ഞങ്ങളൊക്കെ സെമിനാരിൽ ചേരുന്നത്. അപ്പോൾ 90ൽ SLC എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടാനായിട്ടൊരു അവസരം നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയുന്നത്, അപ്പോൾ അച്ഛൻ ഞങ്ങളോട് സംസാരിച്ചതാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാൻ പോവുക, 10 വർഷം ഒരുമിച്ച് പഠിച്ചവർ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവർ, 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് SLC എഴുതിയവർ ഇതാ വീണ്ടും ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അത് നല്ലൊരു അവസരമായിട്ട് കാണുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മളും അതുപോലെയൊക്കെ തന്നെയാണ്, വർഷത്തിലൊരിക്കലും ഒരുമിച്ച് കൂടുന്നു, സംസാരിക്കുന്നു, ആ ബന്ധം പുതുക്കുന്നു. അതിൽ പല ചേരുവകളുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ പങ്കുവയ്ക്കുന്നു, പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു അച്ഛൻ പറഞ്ഞതാണ്, ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ഒന്ന് ഒരുമിച്ച് കണ്ടാൽ മതി, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചുകൂടെ? എന്തത്, നമ്മൾക്ക് ഇത്രയും ഒരുമിച്ചൊക്കെ 13 വർഷമൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടും എത്ര ബിസി ആണെങ്കിലും വല്ലപ്പോഴൊക്കെ ആഴ്ചയിലൊരിക്കൽ തന്നെ ഒന്ന് വിളിക്കേണ്ട മാഷെ എന്നുള്ള രീതിയിലാണ്. വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധം. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ശരിയല്ലേ, നമ്മൾ ഒരുമിച്ച് വർഷത്തിലൊരിക്കൽ ഒന്ന് കൂടിയാൽ മതിയോ? വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കുക, സൗഹൃദം പങ്കുവയ്ക്കുക, ഇതല്ലേ ഒരു സൗഹൃദം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകമാണ് ആത്മമിത്രം. അതായത് ഒരു ഫ്രഞ്ച് യുവതിക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന വെച്ചാൽ അവളുടെ മനസ്സിൽ ഈശോ ആ വ്യക്തിയുമായി, സ്ത്രീയുമായിട്ട് നടത്തിയ സംഭാഷണങ്ങൾ പുസ്തക രൂപത്തിൽ ഇറക്കിയിരിക്കുക. അതിന് ഇംഗ്ലീഷ് പരിഭാഷ ഹി ആൻഡ് ഐ എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്, ഹി ആൻഡ് ഐ. അതിന് മലയാള പരിഭാഷയാണ് 2003ലാണ് അത് പുറത്തിറങ്ങിയിട്ട് പ്രകാശനം ആയത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആത്മമിത്രം. അതിനകത്ത് ഈശോ ഈ പറയുന്ന സ്ത്രീയോട് പറയുകയാണ്, അതായത് ഞാൻ എന്തുമാത്രം നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കണമെന്നറിയാവോ, ഞാൻ എന്തുമാത്രം നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കണമെന്നറിയാവോ, നീ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, നീ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിരുന്നെങ്കിൽ. അതായത് ഏതൊരു മാനുഷിക ബന്ധങ്ങളിലുമുള്ള ഒരു പരിഭവമാണത്. അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക, അത്ര നല്ല അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് നാൾ സംസാരിക്കുന്നില്ല, കുറച്ച് നാൾ കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ കേൾക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത്രയും സ്നേഹത്തിലായിരിക്കുന്നവർ തീർച്ചയായിട്ടും പറയും, എന്താ മാഷ ഒന്നും വിളിക്കാഞ്ഞ്, എന്തൊന്ന് കേട്ടിട്ട് കുറേ നാളായല്ലോ, നമ്മളൊക്കെ മറന്നോ, ഇടയ്ക്കൊന്ന് വിളിക്കിഷ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കില്ലേ? അത്തരത്തിലുള്ളൊരു ബന്ധം അല്ലേ ഈശോയും ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. അതുതന്നെയാണ് ആ ബന്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് ഈശോയുള്ള ദൈവത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം. എന്നാൽ ഈശോയുള്ള മനുഷ്യത്വം ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള സഹവാസമല്ലേ? അതുകൊണ്ടല്ലേ ഈശോ സ്ലീഹന്മാരെ വിളിച്ചത് തന്നോട് കൂടെയായിരിക്കാൻ, അടുത്തിരിക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഗസ്സമിൽ പ്രാർത്ഥിക്കും, 1 മണിക്കൂർ നേരമെങ്കിലും എന്നോട് കൂടെയിരിക്കാൻ നിങ്ങൾക്കാവില്ലേ എന്ന് ചോദിക്കണ ദൈവം. ദൈവത്തിന് അത്രമാത്രം ദാഹമുണ്ടോ? മനുഷ്യനും ദൈവവുമായി ഈശോയുടെ ദാഹം കുരിശ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് ദാഹിക്കുന്നു. ബന്ധത്തെ ദൈവം ആഗ്രഹിക്കുകയാണ്, ഈശോ ആഗ്രഹിക്കുകയാണ്. ഈ ബന്ധം നമുക്കും ഉണ്ടാകണം.
നമുക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഈശോയോടുള്ള ബന്ധം, ഈശോയും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആത്മമിത്രം എന്നുള്ള പുസ്തകം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. കാരണം അതിനകത്ത് അത് വിഷയാസ്പദമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമൊന്നുമല്ല, സബ്ജക്റ്റ് വൈസ് അല്ല അതിൻ്റെ ചാപ്റ്ററൊക്കെ തരംതിരിച്ചിരിക്കുന്നത്. അത് ഓരോ ഡേറ്റുകൾ എഴുതിയിട്ടാണ്. ഓരോ ഡേറ്റിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അതങ്ങനെ അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുക. വളരെ മനോഹരമാണ് ആ പുസ്തകം. ആ വായിക്കുമ്പോൾ തന്നെ ഈശോ അങ്ങനെ അത്തരത്തിലുള്ളൊരു ബന്ധം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ണു നിറഞ്ഞ് ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ളൊരു സ്നേഹബന്ധം, ഊഷ്മളമായൊരു ബന്ധം, ആത്മമിത്രം. അപ്പോൾ ഒരു നേഴ്സ് എന്ന രീതിയിൽ 24/7 ഈശോ നിൻ്റെ ബന്ധം ആഗ്രഹിക്കുന്നു, ഈശോ നിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തെ വേണം, ഒരു സംശയവുമില്ല. 24 മണിക്കൂറും നമുക്ക് ദൈവത്തെ വേണം. ദൈവത്തിന് നമ്മെ വേണോ? ഈ പുസ്തകം അതിന് ഉത്തരവാണ്. ദൈവത്തിന് നമ്മെ വേണം, ഈശോയ്ക്ക് നമ്മെ വേണം. ഈശോ സ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് പറഞ്ഞ് തൻ്റെ കൂടെ ആയിരിക്കാനാണ്, ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. അതായത് വചനപ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, പിശാചുകളെ ബഹിഷ്കരണം, ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ആദ്യം പ്രഥമവും പ്രധാനവുമായ കാര്യം ഇതാണ്, ബി വിത്ത് മീ, എന്നോട് കൂടെ ആയിരിക്കും. അതാണ്. അപ്പോൾ 24 മണിക്കൂർ 24/7 ഒരു നേഴ്സ് എന്ന രീതിയിൽ എങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റും? ആത്മമിത്രം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. അതായത് അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്. ഗബ്രിയേലി ബോസിസ് എന്നാണ് ഈ സ്ത്രീയുടെ പേര്, ഗബ്രിയേലി ബോസിസ്. ഗബ്രിയേലി ബോസിസിനോട് ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ ഒരു ദിവസത്തെ 3 നീ വിഭജിക്കണം. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമായി 3 വിഭാഗങ്ങളായി നിൻ്റെ ഒരു ദിവസത്തെ നീ സമർപ്പിക്കണമെന്നാണ്. 3 വിഭാഗങ്ങളായി. അതെങ്ങനെയാണെന്നാണ്. അതായത് രാവിലെ നീ ഉറക്കമുണരുമ്പോൾ ഉണർവ് തന്നെ പിതാവിനോടുള്ള കാഴ്ചയാണ്. അപ്പം നീ പറയേണ്ടതാണ്, ഒരു നേഴ്സായ നീ പറയേണ്ടത് ഇതാണ്: എൻ്റെ ഈശോയെ, ഈ ഒരു സുപ്രഭാതത്തിൽ നീ എനിക്ക് ഉണർവ് നൽകി. കിടന്ന എല്ലാവരും ഉണർന്നിട്ടില്ല, ഇന്നലെ കിടന്ന എല്ലാവരും ഇന്ന് ഉണർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഉണർവ് പിതാവായ ദൈവമേ നിനക്കുള്ള കാഴ്ചയാണ്. അങ്ങനെ ഉണർവ് പിതാവിനുള്ള സമർപ്പണം. തുടർന്ന് രാവിലെ തന്നെ വിശുദ്ധ ബലി അർപ്പിക്കാൻ, വിശുദ്ധ ബലി സ്വീകരിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കേണ്ട അവസരം കിട്ടിയാൽ അത് വിനിയോഗിക്കണം എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാവിലെ ഉണർവ് പിതാവായ ദൈവത്തിന് സമർപ്പിച്ച നീ തുടർന്ന് പോകുന്നത് വിശുദ്ധ ബലി സ്വീകരിക്കാനാണ്, ഈശോയെ സ്വീകരിക്കാനാണ്. പിതാവാണ് പുത്രനെ നമുക്ക് നൽകിയത്. നിന്റെ ഉണർവ് നീ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുവെങ്കിൽ തുടർന്ന് പിതാവായ ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പുത്രനായ ഈശോയാണ്. ആ ഈശോയെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ബലിയിലൂടെയാണ്. അപ്പോൾ നിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് വിശുദ്ധ ബലിയോട് കൂടെയാണ്. ഈ വിശുദ്ധ ബലിയിൽ നീ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ ആ ദിവസത്തെ എല്ലാ ദിനചര്യകളും നീ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. 2ാം ഭാഗം ഈശോയ്ക്കുള്ള സമർപ്പണമാണ്. 1ാമത് പിതാവായ ദൈവത്തിനുള്ള സമർപ്പണമാണെങ്കിൽ 2ാമത് ഈശോയ്ക്കുള്ള എൻ്റെ സമർപ്പണമാണ്. അത് ആ ദിവസത്തിലെ എല്ലാ ദിനചര്യകളുമാണ്. 3ാമത്തത് അത് വിശ്രമമാണ്. വിശ്രമം പരിശുദ്ധാത്മാവിനോടുള്ള സമർപ്പണമാണ്. പരിശുദ്ധാത്മാവിനോട് വിശ്രമം സമർപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കും. അതാണ് ആത്മീയത. ദൈവാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് എൻ്റെ വിശ്രമം. അപ്പോൾ വിശ്രമം, ഉറക്കം, അത് ഏത് സമയത്താണെങ്കിലും ശരി, വിശ്രമ സമയം ഞാൻ സമർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. ഈ 3 സമർപ്പണം കഴിഞ്ഞാൽ ഉണർവിലായ നീ, ഈശോയെ സ്വീകരിച്ച നീ, അടുത്ത പടി എന്ന് പറയുന്നത് നിൻ്റെ ശ്വാസോച്ഛ്വാസം വരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, നാഡീഞരമ്പുകളും, മജ്ജയും മാംസവും, നിൻ്റെ വ്യക്തിത്വം മുഴുവനും നിൻ്റെ ദിനചര്യകളിലേക്ക് നീ പോകുന്നതിന് മുൻപ് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഗബ്രിയേലി ബോസിസിനോട് ഈ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം, ഈശോയുടെ ശബ്ദം പറയുന്നത് എങ്ങനെയാണ്? നിൻ്റെ കരങ്ങളിലൂടെ ഞാൻ മഹത്വപ്പെടുമെങ്കിൽ, നിൻ്റെ പാദങ്ങളിലൂടെ ഞാൻ മഹത്വപ്പെടുമെങ്കിൽ, നിൻ്റെ ശ്വാസോച്ഛ്വാസത്തിലൂടെ പോലും ഞാൻ മഹത്വപ്പെടുമെങ്കിൽ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഊഷ്മളമായ ബന്ധം. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഒരു വചനപ്രഘോഷകനെ കുറിച്ചാണ്. ആ വചനപ്രഘോഷകൻ്റെ പേര് വാച്ച്മാൻ നീ. അദ്ദേഹം ചൈനയിൽ വചനപ്രഘോഷിച്ച വ്യക്തിയാണ്. വളരെ തീഷ്ണമതിയായ ഒരു വചനപ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരാളോട് എന്തെങ്കിലും ഈശോയെക്കുറിച്ച് പറയണമെന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിലാണ്. ഒരു പക്ഷേ നിങ്ങളും ഈ സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. വീണ്ടും കേൾക്കുന്നത് നമുക്ക് ആത്മീയ ഉണർവ് ഉണർത്താം. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി ഒരു ട്രെയിൻ യാത്രയിലാണ്. കൂടെ ഇതിന് കൂട്ടുകാരൊക്കെ ഉണ്ട്. കൂട്ടുകാരെല്ലാവരും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീട്ട് കളിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ കുറവുണ്ട്. ഉടനെ വാച്ച്മാൻ നീയോട് ഇവർ പറയുകയാണ്, നീ ഞങ്ങളോട് കൂട്, ഒരാളുടെ കുറവുണ്ട്, നമുക്കൊന്ന് ചീട്ട് കളിക്കാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഒരു മിനിറ്റ്, എനിക്കൊരാളോടൊരു അനുവാദം ചോദിക്കാനുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, എന്തിനാണ് അനുവാദം? ചീട്ട് കളിക്കാൻ എന്തിനാണ് അനുവാദം?
അപ്പോൾ ഇദ്ദേഹം പറയാണ്, ചീട്ട് കളിക്കാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ കരങ്ങൾ വേണമല്ലോ, എന്നെ വേണമല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് അനുവാദം ചോദിക്കണം. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ചീട്ട് കളിക്കാൻ അനുവാദം ചോദിക്കേണ്ടത് ഏത് ബോസിനോടാണ്? ഉടനെ ഈ വചനപ്രഘോഷകൻ പറയുന്ന ഇതാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ, എൻ്റെ കുടുംബത്തെ മുഴുവൻ, എൻ്റെ ജീവിതത്തെ മുഴുവൻ ഞാൻ എൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ചതാണ്. എൻ്റെ ഈശോ എൻ്റെ ദൈവമാണ്. അപ്പോൾ ഈശോയോട് ചോദിക്കാതെ എനിക്ക് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താത്തൊരു കാര്യം ചെയ്യണ്ട. അപ്പോൾ ഈശോയോട് ചോദിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശോയുടെ നാമം മഹത്വപ്പെടണം. ഞാൻ എന്ത് ചെയ്താലും ഈശോയുടെ നാമം മഹത്വപ്പെടണം. അതുകൊണ്ട് ഈ കരങ്ങൾ എൻ്റേതല്ല, ഈ കരങ്ങൾ എൻ്റെ ഈശോയുടേതാണ്. കാരണം ഞാൻ ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കരങ്ങൾ ഉടമസ്ഥനോട് ചോദിക്കണം, ഞാനല്ല ഈ കരങ്ങളുടെ ഉടമസ്ഥൻ. ഉടനെ തന്നെ അവർ പറയാണ്, നീ സമയം കളയാണ്ട് ചോദിക്കുന്ന ആളോട് ചോദിച്ച് വേഗം കാര്യത്തിലേക്ക് വാ. അങ്ങനെ ഇവൻ ഈ വചനപ്രഘോഷകനായ വാച്ച്മാനി അവരുടെ മുമ്പിൽ തന്നെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഈ വ്യക്തി ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തുക. ഒരു ദിവസം ഒരാളെ തന്നെ ഈശോയെ പരിചയപ്പെടുത്തണമെന്ന് ഒരു നിഷ്ഠയുള്ള വ്യക്തി അന്ന് 7 പേരോടാണ് വചനപ്രഘോഷം നടത്തുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ച് പരിചയപ്പെടുത്താണ്. പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും നീ എന്ത് ചെയ്താലും അത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാൻ പാടില്ല. ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി നീ എന്ത് ചെയ്താലും അത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിലാണ്. 24/7 വിത്ത് ജീസസ്. അപ്പോൾ ഒരു ദിവസത്തെ 3ആയി തരംതിരിച്ചു. അതിന് 3 സമർപ്പണമായിട്ട് നമ്മൾ കണ്ടു. ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു ദിവസത്തിലെ ഓരോ ദിനചര്യകളെയും നീ ഓരോ നിയോഗമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കണമെന്നാണ് ആത്മപിതൃ എന്ന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതിനിപ്രകാരം പറയണത്, നീ ചെയ്യുന്ന ഓരോ ദിനചര്യകളെയും, ഒരു പക്ഷേ നീ വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കായിരിക്കും, നീ ഒരു പക്ഷേ വസ്ത്രം അലക്കായിരിക്കും, നീ ഒരു പക്ഷേ തൂത്തുവാരിയായിരിക്കും, അല്ലെങ്കിൽ നീ യാത്രയിലായിരിക്കാം, നീ ഒരു പക്ഷേ ജോലി ചെയ്യായിരിക്കാം, നീ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം തരംതിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നീ നിൻ്റെ ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുകയാണോ? അത് ഈശോയെ നിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നീ നിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുകയാണോ? ഈശോയെ അത് നിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നിൻ്റെ നാമം മഹത്വപ്പെടണം. നീ ഭക്ഷണം ഒരുക്കുകയാണ്, ഈശോയോട് പറഞ്ഞു, ഈശോ നീ തന്നെയാണ് എൻ്റെ ഭക്ഷണം, ഈ ഭക്ഷണം ഒരുക്കാൻ എനിക്ക് കരുത്ത് നൽകുന്ന നീ തന്നെയാണ്. എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് രൂപാന്തരപ്പെടുക. എന്ത് ചെയ്താലും നീ യാത്ര പോകുമ്പോഴും അങ്ങനെ തന്നെ. ഈ പറയുന്ന പുസ്തകത്തിൽ, ആത്മമിത്ര എന്ന പുസ്തകത്തിൽ, ഈ ഗബ്രിയേലി എന്ന് പറയുന്ന ഈ സ്ത്രീ ട്രെയിൻ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുക. അപ്പോൾ ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഈശോയുടെ ശബ്ദം. ഈശോ ഈ വ്യക്തിയോട് പറയാണ്, ഈ സ്ത്രീയോട് പറയാണ്, നീ ഇപ്പോൾ ട്രെയിൻ വരുന്ന ദിക്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നത്. കാരണം ഈ സ്റ്റേഷനിലുള്ള ആരും എന്നെ നോക്കണില്ല, ഒരാളും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. എല്ലാവരും ട്രെയിനെ കുറിച്ചാണ് നോക്കണത്. എല്ലാവർക്കും അവരുടെ ജീവിത വ്യഗ്രതയുണ്ട്. നീയും ഈ ട്രെയിൻ വരുന്ന ദിശയിലേക്ക് നോക്കി നിൽക്കുക. അതുപോലെയാണ് ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നത്. എപ്പോഴാണ് നീ എന്നെ നോക്കുന്നത്? എന്നും നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ നാമം പൂജിതമാകണം, ദൈവമേ ഈശോയെ അങ്ങയുടെ നാമം പൂജിതമാകണം. ഇത് മാത്രമേ പറയുള്ളൂ. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന മുഴുവൻ ചെല്ലുന്നില്ല. അങ്ങയുടെ നാമം പൂജിതമാകണം. ഉടനെ തന്നെ ഈശോ അവരുടെ ഹൃദയത്തിൽ മന്ത്രിക്കുകയാണ്, ഈ സ്റ്റേഷനിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. വേറൊരൊറ്റ ഒരാളും ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ പ്രാർത്ഥനയൊന്നും നടന്നിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈശോയെ എന്ന് ചിന്തിച്ചു അവർ. അത്രേ ഉള്ളൂ, ഈശോയെ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, നിൻ്റെ നാമം പൂജിതമാകണം. ഇത് മാത്രമേ ഉള്ളൂ. വലിയ ഗഹനമായ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. വളരെ ലളിതമായ കാര്യം. പക്ഷെ എന്താണ് സംഭവം? അവിടെ നിൽക്കുന്ന നിൽപ്പും ആ ട്രെയിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അതെല്ലാം അവൾ ഈശോയ്ക്ക് സമർപ്പിച്ചു എന്ന ഇതന്നെയാണ് ഈശോ പറയുന്നത്. നിൻ്റെ ഓരോ ദിവസത്തെയും ദിനചര്യകൾ, ഓരോ ദിനചര്യകളെയും നീ വേർതിരിക്കണം. എന്തിനാണ് ഈ വേർതിരിവ്? അത് വേർതിരിച്ച് ഓരോ നിയോഗങ്ങൾക്കായി നീ സമർപ്പിക്കണമെന്നാണ്. നിയോഗമില്ലാതെ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ദിനചര്യയും ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം പോലെ മൃതമായിരിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നിയോഗമില്ലാതെ നീ ചെയ്യുന്ന ഓരോ ദിനചര്യകളും ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം പോലെ ആയിരിക്കും എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾ നിൻ്റെ കുടുംബത്തിലെ ഓരോ ജോലി ചെയ്യുമ്പോഴും അതിനൊരു നിയോഗമുണ്ടാകണം. ആ നിയോഗം ഇതാണ്, എൻ്റെ ഈശോയെ നിൻ്റെ നാമം മഹത്വപ്പെടണം. മാത്രമല്ല പാപികളുടെ മാനസാന്തരം. കൊച്ചരസ പുണ്യാളത്തിയല്ല അത് പറയണത്. ഓരോ ത്യാഗവും ഓരോ സഹനവും ചെറിയ പുഷ്പങ്ങളായി, അങ്ങനെ ഒരു പുഷ്പഹാരമായി, അങ്ങനെ നല്ലൊരു മനോഹരമായ ബൊക്കയായി അത് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓരോ ചെറിയ കാര്യം, അത് പൂക്കളല്ല, പിന്നെയോ ഓരോ ദിനചര്യകളാണ്. അവർ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ്, അവർ ഏറ്റെടുക്കുന്ന വേദനകളാണ്, തിക്താനുഭവങ്ങളാണ്. ഇതെല്ലാം ഓരോ പൂവ് പോലെയാണെന്നാണ് കൊച്ചരസ പുണ്യാളത്തി പറയണത്. അങ്ങനെ ഓരോ പൂക്കളോടുകൂടിയ വലിയൊരു പുഷ്പഹാരം, വലിയൊരു ബൊക്കെ അത് ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ സമർപ്പണത്തിൽ
ഈശോ പറയുന്നതാണ്, എത്രയോ പാപികളുടെ മാനസാന്തരമാണ് നടക്കുന്നത്, എത്രയോ ശുദ്ധിനസ്ഥ ആത്മാക്കളാണ് മോക്ഷത്തിലേക്ക് കരകയറി പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, ഒരു സംശയമില്ല. ഒരു നേഴ്സ് എന്ന രീതിയിൽ നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ നിയോഗം ഇതാണ്, തമ്പുരാനെ ഞാനിതാ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോവുക. അല്ല, നീ എന്നിലൂടെ ശുശ്രൂഷ ചെയ്യാണ്. എന്നിലൂടെ എൻ്റെ കരങ്ങളായി നിന്റെ കരങ്ങൾ രൂപാന്തരപ്പെടുന്നു. അല്ല, നിന്റെ കരങ്ങളായി എൻ്റെ കരങ്ങൾ രൂപാന്തരപ്പെടുന്നു. നിന്റെ കരങ്ങളായി എൻ്റെ കരങ്ങൾ രൂപാന്തരപ്പെടുന്നു. നിന്റെ പാദങ്ങളായി എൻ്റെ പാദങ്ങൾ രൂപാന്തരപ്പെടുന്നു. ഗബ്രിയേലി ബോസിസിനോട് ഈ ശബ്ദം, ഈശോയുടെ ശബ്ദം പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇന്ന് കാണുന്നവരോടൊക്കെ ഒന്ന് പുഞ്ചിരിക്കണം കേട്ടോ, നീ എന്നെ നോക്കി പുഞ്ചിരിക്കണം കേട്ടോ. കാരണം എന്താണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരും എല്ലാവരും വാത്സല്യത്തോടൊന്നല്ല വരണേ. അവർ വരണത് എങ്ങനെയാണ്? കാർക്കശ്യമുള്ള ഒരു പിതാവായിട്ട് അവരെന്നെ കാണണേ. അവരെന്നെ കാണുന്നൊരു വിധിയാളനായിട്ടാണ്, അവരെന്നെ കാണുന്നൊരു പീഡകനായിട്ടാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങളെല്ലാം ഞാൻ കൊടുത്ത ശിക്ഷയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇവരെല്ലാവരും എന്നെ നോക്കുന്നത്. നീ തന്നെയെങ്കിലും എന്നെ വാത്സല്യത്തോടെ നോക്കണോട്ടോ, നീ തന്നെയെങ്കിലും എന്നെ പുഞ്ചിരിയോടെ നോക്കണോട്ടോ. നീ എന്നെ മാത്രം നോക്കിയാൽ പോരാ, പിന്നെയോ കാണുന്നവർക്കൊക്കെ നീ പുഞ്ചിരി സമ്മാനിക്കണം. ആ പുഞ്ചിരിയാണ് ഇന്ന് നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മമിത്ര സമ്മാനം. ഏറ്റവും വലിയ സമ്മാനം ഈ പുഞ്ചിരിയാണ്. ഈ പുഞ്ചിരി ഞാൻ വലിയ സമ്മാനമായിട്ട് സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. നീ എത്ര പേരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാലും അതെല്ലാം ഞാൻ എണ്ണിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട നഴ്സ് സഹോദരി സഹോദരന്മാരെ, ഒരു രോഗിയുടെ അടുക്കലേക്ക് നീ പോകുമ്പോൾ നിറപുഞ്ചിരിയുമായിട്ട് പോണേ, ഈശോയുടെ പുഞ്ചിരിയായിട്ടൊന്ന് പോണേ. ഈശോയുടെ പുഞ്ചിരിയായിട്ട് നീ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ കാത്തിരിക്കുന്ന ആ രോഗി കാണുന്നത് നിന്നിൽ നീ മാത്രമാവില്ല, നിന്റെ കൂടെയുള്ള നീയായി മാറിയ ഈശോയെ ആയിരിക്കും. അത്തരത്തിലാണ് 24/7 വിത്ത് ജീസസ്. എവറി മോമെന്റ് ലിവ് ഇൻ കൺഫോമിറ്റി, ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഓരോ നിമിഷവും ഈശോയോടുള്ള ബന്ധത്തിൽ കഴിയണമെന്ന്. നിന്റെ വിചാരങ്ങളാണ് ഏറ്റവും പ്രധാനം. നിന്റെ വിചാരങ്ങളിൽ മുഴുവൻ സമയം ഈശോയ്ക്ക് വേണ്ടി, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി, നീ എവിടെ പോയാലും ഈശോയ്ക്ക് വേണ്ടി, എന്തു തന്നെയാലും ഈശോയ്ക്ക് വേണ്ടി. എൻ്റെ ജീവിതം മുഴുവൻ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഏത് നേഴ്സ് പറയുന്നോ അവർ 24/7 വിത്ത് ജീസസ്. അങ്ങനെയാണ് ഈശോ സന്തോഷിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് തിരസ്കരണമല്ല. തിരസ്കരണം ഈശോ നിരന്തരമായി അനുഭവിച്ചതാണ്. ജനനം മുതൽ മരണം വരെ തിരസ്കരണമാണ്. ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നത്. സമയബന്ധിതമായ ദൈവബന്ധം, നമുക്ക് സമയബന്ധിതമായ ദൈവബന്ധം വേണ്ട. മുഴുവൻ സമയവും ദൈവത്തോടുള്ള ബന്ധം, മുഴുവൻ സമയവും ഈശോയോടുള്ള സ്നേഹം. ആ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇറങ്ങുമെങ്കിൽ 24/7 യു വിൽ ബി വിത്ത് ജീസസ്. ദൈവം എല്ലാ നേഴ്സ് സഹോദരങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മുഴുവൻ സമയവും ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ അതിലേറെ കൃപകളെ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. അനേകം രോഗികൾ നിങ്ങളുടെ സ്പർശനം മൂലം സൗഖ്യം സ്വീകരിക്കുന്നവരായി മാറും. എല്ലാവരും ഈശോയുമായി ബന്ധമുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുവാൻ, നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ കൊതിക്കുന്ന ഈശോനാഥനോട് നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാം, ഈശോയെ, എല്ലാറ്റിനേക്കാളും ഉപരിയായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. 24/7 ഈശോയുടെ കൂടെ ആയിരിക്കുക ഏറെ പ്രയാസമാണെന്ന് ചിന്തിച്ചിരുന്ന നമ്മെ അതെത്രത്തോളം സാധ്യമാണെന്ന് മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ജോയ് മേനാച്ചേരി അച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നാം പൂർണ്ണമായും ഈശോയുടേതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈശോയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും, ലോകമെമ്പാടുമുള്ള സകല നഴ്സുമാരെയും സദാസമയവും ഈശോയോട് കൂടി ആയിരിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ
തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.